മാരിഫ और നക്കിര. മാരിഫയും നക്കിറയും നമ്മൾ നഹ്വിൽ പഠിച്ചു കഴിഞ്ഞ സംഗതിയാണ്. എന്താണ് മാരിഫ, എന്താണ് നക്കിറ എന്ന്, അറിയപ്പെട്ടതും അറിയപ്പെടാത്ത സംഗതികളും. അപ്പോൾ അർത്ഥം വെച്ച് നോക്കുമ്പോൾ ഇസ്മ രണ്ട് വിധമാണ്. ഏതൊക്കെ? ഒന്ന് മാരിഫ, ഒന്ന് നക്കിറ. അപ്പം അറിയപ്പെട്ടതാണ് മാരിഫ, നക്കിറ എന്ന് അറിയപ്പെടാത്തത്. അപ്പോൾ നോക്കി, മാരിഫ ഖുർആൻ അല്ലാഹ് കാ കലാം ഹെ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാകുന്നു. മുംബൈ ഏക് മഷഹൂർ ഷഹർ, മുംബൈ ഒരു അറിയപ്പെട്ട ഒരു പട്ടണമാകുന്നു. അപ്പോൾ ഇതിൽ ഖുർആൻ എന്നുള്ളത്, അതേമാതിരി തന്നെ മുംബൈ എന്നുള്ളതൊക്കെ മാരിഫയാണ്. എന്നാൽ നക്കിറ നോക്കി, കിതാബ് ഏക് സച്ചാ ദോസ്ത് ഹെ, കിതാബ് ഒരു നല്ല കൂട്ടുകാരനാണ്. ബുഡിയ കംസൂർ ഹെ, വൃദ്ധ ബലഹീനയാണ്. അപ്പോൾ അത് അറിയപ്പെടാത്തതാണ് അല്ലേ. അപ്പോൾ ഇസ്മ മാരിഫ ഓ ഇസ്മെ ജോ കിസി ഖാസ് ചീസ് ജഗ യാ ഇൻസാൻ കെ നാം ഹോ. ഇസ്മ മാരിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും പ്രത്യേകം വ്യക്തിയുടെ, ഖാസാന പ്രത്യേകം വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പേരാകുന്നു മാരിഫ എന്ന് പറഞ്ഞാൽ. ഇസ്മ നക്കിറ എന്ന് പറഞ്ഞാൽ ഓ ഇസ്മെ ജോ കിസി ആം ചീസ്, ഏതെങ്കിലും പൊതുവായിട്ടുള്ള ചീസ്, വസ്തു, ജഗ, സ്ഥലം അല്ലെങ്കിൽ ശഖ്സിൻ്റെ പേരാകുന്നു ഇസ്മ നക്കിറ എന്ന് പറഞ്ഞാൽ. ഇനി മസ്ക് എക്സസൈസ് നോക്കാം. മുൻദർജ സെയിൽ ഫിക്രെ സെ ഇസ്മ മാരിഫ ഓർ ഇസ്മ നക്കിറ കോ അലഗ് കർക്കെ ലിഖിയ. താഴെയുള്ളതിൽ നിന്ന് ഇസ്മ മാരിഫയും നക്കിറയും വേർതിരിച്ച് എഴുതുക. उदाहरण होगी, हजरत बख्तियार काकी को जब अपने मुर्शिद ख्वाजा अजमेरी के हिंदुस्तान पहुंचने की इत्तला मिली, ബഹുമാനപ്പെട്ട ബഖ്തിയാർ കാക്കി അവർക്ക് എപ്പോൾ തൻ്റെ ഉസ്താദായിട്ടുള്ള, തൻ്റെ നേതാവായിട്ടുള്ള ഖാജ അജ്മീർ ഷെയ്ഖ് തങ്ങളെ ഹിന്ദുസ്ഥാനിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള വാർത്ത ഇത്ലാമിലാറിന് വിവരം എത്തിയപ്പോൾ അദ്ദേഹവും ഹിന്ദുസ്ഥാൻ കേലിയെ റവാനാവുകയും അദ്ദേഹവും ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. കുച്ച് ദിൻ മുൽത്താൻ മേ രഹ്നെ ബാദ്, കുറച്ച് കാലം പാകിസ്ഥാനിലുള്ള മുൽത്താനിൽ താമസിച്ചതിന് ശേഷം ഫിർ ഡൽഹി ആകെ, അദ്ദേഹം ഡൽഹിയിലേക്ക് വന്നു. അപ്പോൾ ബാദുഷാ രാജാവായിട്ടുള്ള ശംസുദ്ദീൻ ഇൽത്തുമിഷ് എനിക്ക് ബഹുത്ത് ഇസ്സത്ത് കർത്തേത്തെ, അദ്ദേഹത്തിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. ബഖ്തിയാർ കാക്കിയെ ശംസുദ്ദീൻ ഇൽത്തുമിഷ് വളരെയധികം ബഹുമാനിച്ചിരുന്നു. ഉസേ ജബ് യെ മാലൂം ഹുവ, അദ്ദേഹത്തിന് എപ്പം മനസ്സിലായി, അറിഞ്ഞു, ഒക്കെ ഹസ്രത്ത് ബഖ്തിയാർ കാക്കി ദഹ്ലി തസ്രീഫ് ലാ രഹേ ഹെ, ബഹുമാനപ്പെട്ട ബഖ്തിയാർ കാക്കി ഡൽഹിയിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അപ്പോൾ വോ ഷഹർ കി ബാഹർ ജാക്കർ, അദ്ദേഹം പട്ടണത്തിൻ്റെ പുറത്ത് പോയിട്ട് ഉൻസെ അദ്ദേഹത്തെ ഖുദ് മിലാക്കർ, സ്വയം കണ്ടുമുട്ടിയിട്ട് ബഡിയ ഇസ്സത്ത്, വളരെയധികം ബഹുമാനം, അവർ മഹബത്ത് സെ, വളരെയധികം സ്നേഹത്തോടു കൂടെ പേശായ, പെരുമാറി. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെയാണ് മാരിഫായ ഇസ്മുകൾ, ഏതൊക്കെ നക്കിറായ ഇസ്മുകൾ, അത് നിങ്ങൾ വേർതിരിച്ച് എഴുതുക. അതുപോലെ തന്നെ സ്വന്തമായിട്ട് തൻ്റെ വീടിനെ കുറിച്ച് അല്ലെങ്കിൽ വീട്ടുകാരെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതുക. അതിൽ നക്കിറ മാരിഫകളൊക്കെ ഉണ്ടാവുകയും വേണം, വേർതിരിച്ച് എഴുതേണ്ടതില്ല. അതേമാതിരി തന്നെ ജുംല ഉണ്ടാക്കാൻ 2 ജുംല മുബ്തദ ഓർ ഖബർ മാരിഫ, മുബ്തദ ഖബർ മാരിഫ ആകണം. പിന്നെ രണ്ടാമത്തെ തന്നെ 3ഉം 4ഉം ജുംലകൾ, അതായത് 2 ജുംല ലിഖിയെ 2 ജുംല എഴുതുക. അതിൽ മുബ്തദ അതേമാതിരി തന്നെ ഖബർ നക്കിറയാകണം. ഇനി മൂന്നാമത്തെ സെക്ഷന് അത് മുബ്തദ മാരിഫയും ഖബർ നക്കിറയാകണം. നാലാമത്തെ മുബ്തദ നക്കിറയും ഖബർ മാരിഫ ആകണം. ടോട്ടൽ 8 എഴുതണം, 4 രീതിയിൽ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.